നമ്മുടെ റൊഡാലിസും അതുപോലെ ചിനായ്ക്ക പോക. അപ്പൊ ഇവർ രണ്ടുപേരും അമ്മയും മകളും കൂടെ എന്ത് ചെയ്യും? ഒഴിവ് സമയം കിട്ടുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇവര് ഫിഷിങ്ങിന് പോകും. അവരുടെ വീടുകളുടെ അല്ലാന്നുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റുമുള്ള റീഫുകളിൽ, റീഫ് എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം, പവിഴപ്പുറ്റുകൾ എന്ന് പറയാം. അപ്പൊ ഇത് എന്തുമാവാം, ആ ഭാഗത്തുള്ള കടലിനോട് ചേർന്നിട്ടുള്ള ഏരിയ, അതിനെയാണ് നമ്മൾ പറയാം. അവിടെ പോയിട്ട് അവര് മീൻ പിടിക്കുമായിരുന്നു. ഒരിക്കൽ ചിനായ്ക്ക പോക ആൻഡ് റൊഡാലിസ് went further afield than usual. ഒരിക്കൽ എന്ത് സംഭവിച്ചു? സാധാരണ രീതിയിൽ ഇവരിങ്ങനെ മീൻ പിടിക്കാനൊക്കെ പോകാറുണ്ട്. ഒരു ദിവസം ഇവർ അമ്മയും മോളും ഇങ്ങനെ മീൻ പിടിച്ച് സാധാരണ പോകുന്നതിലും കുറെ ദൂരത്തേക്ക് അങ്ങ് പോയി. കുറെ ദൂരത്തേക്ക് അവരെന്ത് ചെയ്തു? അവരിങ്ങനെ ഫിഷിംഗ് ചെയ്ത് ഇങ്ങനെ പോയി. അപ്പൊ അവരറിയുന്നില്ല അവരിങ്ങനെ ദൂരത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണെന്നോ സാധാരണ പോകുന്നതിലും ഒത്തിരി ദൂരെ ആയിരുന്നോ അവരെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ മീൻ പിടിക്കുന്ന ആളുകൾക്ക് അറിയാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ മീൻ പിടിക്കാൻ പുഴയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഞാനൊക്കെ ഈ സമ്മർ വെക്കേഷൻ ഒക്കെ ഉള്ള സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പുഴയെ തന്നെയായിരിക്കും. നമ്മുടെ വീടിന്റെ താഴെ വശത്ത് പുഴയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മീൻ പിടിക്കുക, നീന്തുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് മിക്കവാറും ഒക്കെ പുഴയിലായിരിക്കും. അപ്പൊ ഈ മീൻ പിടിക്കാൻ ഇഷ്ടമുള്ള, ഞങ്ങൾ എല്ലാവരും മീൻ പിടിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? തോർത്ത് ഇങ്ങനെ കഴുത്തിൽ കെട്ടും. ഓക്കെ, തോർത്ത് ഇങ്ങനെ കഴുത്തിൽ കെട്ടിട്ട് ഇങ്ങനെ പിടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വല ഇടുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. ചൂണ്ടിടുക, പിന്നെ നമ്മുടെ അടുത്തൊരു തരം വലയുണ്ട്, ഇങ്ങനെ അപ്പുറത്തും കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിവശത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മണ്ണിരേനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മീൻ വന്നിട്ട് കയറും. അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇഷ്ടമുള്ള ആളുകൾക്ക് അറിയാം, ഭയങ്കര രസമുള്ള പരിപാടിയാണ്.